ഹലോ. അപ്പം നമ്മൾ അങ്ങനെ നോക്കിയിരുന്ന് നമ്മുടെ അപ്പുവിൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്ത് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ പ്രയറിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ എൻഗേജ്മെൻറ്റിന് ഇറങ്ങുന്നതിന് മുന്നേ വീട്ടിലെല്ലാവരും കൂടെ നിന്ന് പ്രാർത്ഥന ചൊല്ലുകയാണ് കേട്ടോ. പ്രാർത്ഥന ചൊല്ലി ഞങ്ങളുടെ ക്രിസ്ത്യൻ രീതി അനുസരിച്ച് നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ പ്രയർ ചൊല്ലി എല്ലാവർക്കും സ്തുതി കൊടുക്കുക, അങ്ങനെ പരിപാടി കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം തന്നെ നടത്തുന്നത്. അവൻ്റെ ഇതനുസരിച്ച് നമ്മുടെ സീനിയോറിറ്റി അനുസരിച്ച് എല്ലാവർക്കും സ്തുതിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്തുതി കൊടുക്കുന്നതിനോടൊപ്പം എല്ലാവർക്കും അവൻ്റെ അനുഗ്രഹം കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ എല്ലാവരും അവനെ സന്തോഷമായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഞങ്ങളെല്ലാവരും അവന് വേണ്ടി സ്തുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞു പടകളെല്ലാവരും ക്ഷയിക്കാനൊക്കെ കൊടുത്തു. അങ്ങനെ ഇതാണ് അവൻ്റെ പെങ്ങൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഇതേ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം നല്ല ഹാപ്പിയാണ്, എല്ലാവരും നല്ല ഹാപ്പിയാണ്. കാരണം ഇത് സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ അല്ലേ, നമ്മുടെ അപ്പൂസിൻ്റെ എൻഗേജ്മെൻ്റ് ആണല്ലേ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഫംഗ്ഷൻ നമ്മൾ കാത്തിരിക്കുകയാണ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ മാരേജ്. അപ്പോ വീഡിയോ കേട്ടോ പൊക്ക ഇതാ ലുക്കൊന്നും ഇല്ലേ. അങ്ങനെ എല്ലാവരും വെയിറ്റിരുന്ന ആളിതേ എത്തിയിട്ടുണ്ട്. ഇതേ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്ന പുതിയ മെമ്പറാണ്, അമ്മു ആണ് കേട്ടോ, തെരേസ. എല്ലാവരും അമ്മു എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ അമ്മുവും അപ്പുവാണ്. അപ്പോൾ ഇത് എല്ലാവരും കല്യാണത്തിന് വന്ന ചെറുക്കനെ കാണുന്നേ കഴിഞ്ഞും കൂടുതലായിട്ട് ആകാംക്ഷ തോന്നുന്നത് പെണ്ണിനെ കാണാൻ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്ന രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നും അവർ പറയുന്ന പോലെയൊക്കെ ചെയ്തൊക്കെ നമ്മുടെ അപ്പു ഒരു വഴിക്കായിട്ടുണ്ട്. അപ്പോൾ ദേ ഇങ്ങനെയാണ് കേട്ടോ, ഞങ്ങളിങ്ങനെയാണ്. പള്ളി വന്നു കഴിയുമ്പോൾ ചെറുക്കൻ ആദ്യം ഇറങ്ങി വരും, ദേ പെണ്ണിനെ അത് കഴിഞ്ഞ് ഡോറൊക്കെ തുറന്ന് കൈ പിടിച്ച് പുറത്തേക്ക് ഇറക്കും. ആ ഒരു രീതിയിലാണ് കേട്ടോ ഞങ്ങളെല്ലാം പോകുന്നത്. നമുക്ക് മറ്റുള്ളവരുടെ ഇത് അറിയത്തില്ല. വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ അപ്പൂൻ്റെ അമ്മൂൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ചുവടുവെപ്പ് എന്നൊക്കെ തന്നെ പറയാം. ഈ എൻഗേജ്മെൻറ്റിന് ആദ്യം നടക്കുന്ന ചടങ്ങ് നമ്മുടെ എൻഗേജ്മെൻറ്റ് തന്നെയാണ്. ബാക്കിയെല്ലാം വാക്കാലെ ഉറപ്പിച്ച് വെക്കുന്നേ ഉള്ളൂ. ഇതാണ് ചടങ്ങായിട്ട് നടത്തുന്നത്. അങ്ങനെ പള്ളിയിലേക്ക് ഇതേ അവർ റെഡിയായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എല്ലാവരുടെയും പേരിലുള്ള എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹപൂർവ്വം നിങ്ങളിരുവരും നേരുകയാണ്. തെരേസമായിട്ട് നല്ലൊരു സൗഹൃദം ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തെരേസിന്റെ പ്രത്യേകമായിട്ടുള്ള ഭക്ഷണം സ്വീകരിച്ചാണ് ഇവിടെ എത്തിയത്. തെരേസിനോട് പറഞ്ഞാൽ എന്നെ കുറിച്ച് കുറച്ച് നോക്കിയൊക്കെ പറയണം. എനിക്ക് നല്ല സൗഹൃദം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. വിവാഹ കൂതാശകളുടെ തെരേസയെ ഇതിന്റെ ഭാര്യയായി തീർക്കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. തെരേസ വിശ്വാസ നിയമവും തിരുസഭയുടെ നടപടികളനുസരിച്ച് വിവാഹ കൂതാശയിലൂടെ ആന്റണിയെ നിന്റെ ഭർത്താവായി തീർക്കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ഈ വിവാഹ വാഗ്ദാനത്തെ വിവാഹവാഗ്ദാനം നടത്തിയ വിശ്വാസം കണ്ടേച്ച് ആശീർവദിക്കുകയും ഈ വിവാഹവാഗ്ദാനം നിറവേറ്റാൻ സഹായിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ പള്ളിക്കുള്ളിലെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതേ അവർ ഇനി ഫോട്ടോഷൂട്ടിലേക്ക് കടക്കുക കേട്ടോ. ഇനി ഫുള്ള് ഫോട്ടോഷൂട്ടായിരിക്കും അടുത്ത ചടങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഇങ്ങനെ നിർത്തി അവരെ നടത്തിയൊക്കെ ഓരോ ഫോട്ടോസൊക്കെ ഓരോ സ്റ്റൈലിലൊക്കെ നിർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പരിപാടി നമ്മുടെ ഹാളിലേക്ക് പോയി അവിടെ ചെന്നിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ വലിയ നല്ല ഗംഭീര പരിപാടി തന്നെയായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സ്റ്റേജൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളി കളർ തീമോട് കൂടിയാണ് കേട്ടോ ഒരുക്കിയിട്ടുള്ളത്. അതും നമ്മുടെ ചാണ്ടീസാണ് കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടും അവരുടെ ഇവൻറ്റ് ഏറ്റെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവരിതേ ചെറുക്കനും പെണ്ണും കൂടെ നേരെ സ്റ്റേജിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ട്. പ്രോഗ്രാം തന്നെ നമ്മൾ തിരി കത്തിക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും ഐശ്വര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ വെട്ടമാണല്ലോ. അപ്പോൾ അതേ വെട്ടം തെളിയിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ചടങ്ങ്
നടത്തുന്നത്. അപ്പോൾ ചെക്കനും പെണ്ണും കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാരും ചെറുക്കൻ്റെ വീട്ടുകാരും കൂടെ നിന്നുള്ള കത്തിക്കും. ഇങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കേക്ക് കട്ടിംഗ് ആണ്, അതായത് മധുരം വെക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കട്ട് ചെയ്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. പിന്നെ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുത്ത് ഫുൾ ഷെയറിങ്ങിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ അവിടെ സ്റ്റേജിൽ അവർ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ചടങ്ങുകളേ ഉള്ളൂ. ഇപ്പോൾ പിന്നീട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തെരേസ ടീച്ചർ ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നൊക്കെ കുറേ അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും ഇവർക്ക് ആശംസകൾ നൽകാനും എത്തിയതായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് പിന്നെ ചെല്ലും നമ്മുടെ ഫുഡ് ഐറ്റംസിലേക്കല്ലേ. അപ്പോൾ ചാണ്ടീസിൻ്റെ ആണ് നമ്മുടെ ഇവൻ്റ് ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ. ഗംഭീര ഫുഡ്, അടിപൊളി ടേസ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. അവരുടെ എല്ലാ സെറ്റിങ്സും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഓരോ സ്റ്റെപ്പ് മൂമെൻറ്റ്സും നല്ല അടിപൊളിയായിട്ട് ഡിസിപ്ലിനോട് കൂടിയും നല്ല നീറ്റായിട്ട് അവർ ചെയ്യുന്ന കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ ടേബിൾ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും എല്ലാം അതിൻ്റേതായ ഒരു നീറ്റ് ആൻഡ് ഡിസിപ്ലിനിലാണ് പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ദേ ചെക്കനും പെണ്ണും കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ ചുറ്റും ഞാൻ കൂടിയിട്ടുള്ളത് കേട്ടോ. പയ്യെ സ്ലോലി ഒരു സ്മൈലൊക്കെ ആവാം, രണ്ടുപേരും ഒന്ന് വാരി കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അത് സാരമില്ല, ഷെയർ. ഓക്കെ, അങ്ങോട്ട് കൊടുക്കൂ. ഓക്കെ. അപ്പോൾ ഇതാണ് അമ്മുവിൻ്റെ ട്വിൻ ബ്രദർ. അവർ ട്വിൻസാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. എല്ലാവരെയും നമുക്ക് പരിചയപ്പെടുത്താനുള്ള ടൈം കിട്ടിയില്ലായിരുന്നു. ഫംഗ്ഷനിൽ എന്തായാലും എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഇനി നേരെ നമ്മൾ അമ്മുവിൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോസിൽ മാക്സിമം എല്ലാ ചടങ്ങും ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഞാൻ മാക്സിമം ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ വീട്ടിൽ വന്നു, ജസ്റ്റ് വന്ന് എല്ലാവരുമായിട്ടൊന്ന് സംസാരിച്ച് നമ്മൾ മാരേജിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് ഒരു പ്രാർത്ഥനയോടുകൂടി ഞങ്ങളെല്ലാവരും പിരിയുകയാണ്. ഇനി അടുത്ത നമ്മുടെ ഈ ജൂൺ 22-ന് നമ്മുടെ അമ്മുവും അപ്പുവും കൂടെ മാരേജ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ വേണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.